അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 135 സങ്കീർത്തനം 4 വാക്യം നമുക്ക് വായിക്കാം. യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രയേലിനെ തൻ്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു. 135 സങ്കീർത്തനം 4 വാക്യമാണ് നാം കേട്ടത്. എല്ലാ ജനങ്ങളും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാണ്. എന്നാൽ ദൈവം തൻ്റെ നിക്ഷേപമായി അംഗീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രമാണം ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവരെയാണ്. കർത്താവായ യേശു ക്രിസ്തു കന്യകയിൽ കൂടി ജനിക്കുന്നതിന് മുമ്പ് അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ അഥവാ ഇസ്രയേലിൻ്റെ മക്കളെ മാത്രമായിരുന്നു ദൈവം തൻ്റെ ജനമായി അംഗീകരിച്ചിരുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാപാപപരിഹാര യാഗത്തിനു ശേഷം ഭൂമിയിലെ സകല മനുഷ്യർക്കും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ആകുവാനും ദൈവത്തിൻ്റെ നിക്ഷേപമാകുവാനും ദൈവത്തിൻ്റെ മക്കൾ ആകുവാനുമുള്ള അവസരം യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായം 12 വാക്യത്തിൽ കൂടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൗജന്യമായാണ് ദൈവം നമ്മെ അവൻ്റെ നിക്ഷേപമാകുവാൻ അവൻ്റെ മക്കളാകുവാൻ ക്ഷണിക്കുന്നത്. എന്നാൽ നമ്മുടെ വശത്തു നിന്നും ദൈവം ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. സകല സീമാവാസികളുമായുള്ളവരെങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറെ ഒരു ദൈവവുമില്ലല്ലോ എന്ന് യെശയ്യാ പ്രവചനം 45 അധ്യായം 22 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യത്തിലെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ എന്നതിൻ്റെ അർത്ഥം തങ്ങളുടെ പാപപ്രവൃത്തികളിൽ നിന്നും മാനസാന്തരപ്പെടുവിൻ, പാപം ചെയ്യുന്ന പ്രവണത വെറുക്കുവിൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നരകത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊള്ളുവിൻ എന്നാണ് ഭൂമിയിലെ സകല മനുഷ്യരോടും സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കുന്നത്. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം മുങ്ങി പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കണം. ദിനംതോറും നാം വിശുദ്ധ ജീവിതം നയിക്കണം, ദൈവാത്മാവിനെ അനുസരിച്ച് ജീവിക്കണം എന്നിത്യാദി കാര്യങ്ങളാണ് നമ്മെ ദൈവത്തിൻ്റെ നിക്ഷേപമാക്കുന്നതിനായി നാം ചെയ്യേണ്ടത്. നാം നമ്മുടെ കഴിവിലോ തൊഴിലിലോ സമ്പത്തിലോ ആശ്രയിക്കരുത് എന്നാണ് ഇയ്യോബിൻ്റെ പുസ്തകം 22 അധ്യായം 24 വാക്യത്തിലെ നിൻ്റെ പൊന്ന് പൊടിയിലും ഓഫീർ തങ്കം തോട്ടിലെ കല്ലിനിടയിലും ഇട്ട് കളക എന്ന ഉപദേശം കൊണ്ട് അർത്ഥമാക്കേണ്ടത്. ഈ നിക്ഷേപത്തിൽ നാം ആശ്രയിക്കാതെ ഇരുന്നാൽ സർവശക്തനായ ദൈവം നമ്മുടെ പൊന്നും നമുക്ക് വെള്ളിവാളവുമായിരിക്കുമെന്നാണ് ഇയ്യോബിൻ്റെ പുസ്തകം 22 അധ്യായം 25 വാക്യത്തിൽ കൂടി ദൈവം നമുക്ക് ഉറപ്പ് തരുന്നത്. ദൈവം പ്രസാദിക്കുന്ന ഒരു തീരുമാനം അബ്രഹാം എടുത്തുകൊണ്ട് ലോത്തിനോട് അവൻ പറഞ്ഞു, ദേശമെല്ലാം നിൻ്റെ മുൻപിൽ കിടക്കുന്നു, നീ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. അപ്രകാരം അബ്രഹാം പറഞ്ഞപ്പോൾ ലോത്ത് സോദോം വരെ കൂടാരം നീക്കി അടിച്ചു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോത്ത് പോയതിനു ശേഷം ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഉൽപ്പത്തി പുസ്തകം 13 അധ്യായം 15 16 വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു. ലോത്തിൻ്റെയും രാജാക്കന്മാരുടെയും ജീവൻ രക്ഷിച്ച അബ്രഹാമിന് ചില നന്മകൾ നീട്ടിയവരോട് അബ്രഹാം പറയുകയാണ്, ഞാൻ അബ്രഹാമിന് സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ ചെരുപ്പ് വാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കുകയില്ല. ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം 21 22 വാക്യങ്ങളിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെയും തൻ്റെ മകനായ അബ്രഹാമിൻ്റെ തീരുമാനത്തെ ദൈവം അംഗീകരിക്കുന്നതിൻ്റെ തെളിവായി ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം 1 വാക്യത്തിൽ നമുക്കത് വായിക്കുവാൻ സാധിക്കും. നാം കേട്ട വാക്യത്തിൽ ഞാൻ നിൻ്റെ പരിചയമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവനാണ്, സഹായകനാണ്, സംരക്ഷണം ഞാൻ നിനക്ക് തരും എന്നെല്ലാം ആകുന്നു. അതുപോലെ തന്നെ ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ നിനക്ക് നിൻ്റെ പ്രതിഫലമായി തരുന്നുവെന്നും നിൻ്റെ പ്രതിഫലം ഏറ്റവും വലുതാകുന്നു എന്നും അർത്ഥമുണ്ട്. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം താൻ ഈ ഭൂമിയിൽ മാത്രമല്ല തൻ്റെ മരണശേഷവും നിറവേറ്റി എന്നതിൻ്റെ തെളിവാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 16 അധ്യായം 22 വാക്യത്തിലെ സംഭവം. ഈ വാക്യത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആ ദരിദ്രൻ മരിച്ചപ്പോൾ
ദൂതന്മാർ അവൻ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഇവിടെ നാം കേട്ട അബ്രഹാമിൻ്റെ മടി എന്ന സ്ഥലം പഴയ നിയമ വിശുദ്ധന്മാർക്ക് വിശ്രമിക്കുവാനായി ദൈവം കൊടുത്ത വിശ്രമസ്ഥലമാകുന്നുവെന്ന് യേശുവിൻ്റെ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ വിശ്രമസ്ഥലത്തിന് അബ്രഹാമിൻ്റെ മടി എന്ന് ദൈവം പേരിട്ടു എന്നും ഈ വിശ്രമസ്ഥലത്തിൻ്റെ അധികാരിയായി ദൈവം അബ്രഹാമിനെ ചുമതലപ്പെടുത്തിയെന്നും വിശ്വസിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓർക്കുക, നാം ദൈവത്തെ ചോദ്യം ചെയ്യാതെ അനുസരിച്ചാൽ, പാപം ചെയ്യാതെ നാം ജീവിച്ചാൽ നമ്മെ ദൈവത്തിൻ്റെ നിക്ഷേപമാക്കുമെന്ന് മലാഖി പ്രവചനം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. മലാഖി പ്രവചനം 3-ാം അധ്യായം 17-ാം വാക്യമാണ് നാം കേട്ടത്. ദൈവം ആദരിക്കുന്നവരുടെ പട്ടികയിലാണോ നാം ജീവിക്കുന്നത്, അതോ താളടിയാകുവാനിരിക്കുന്ന അഹങ്കാരികളുടെയും ദുഷ്പ്രവൃത്തിക്കാരുടെയും പട്ടികയിലാണോ? നാം നമ്മെ തന്നെ വിലയിരുത്തണം. മലാഖി പ്രവചനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന അഥവാ ദൈവത്തിൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുകയും അവൻ്റെ കൽപ്പനകൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപ ശാന്തിയോടുകൂടെ ഉദിക്കുമെന്ന് മലാഖി പ്രവചനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം കേട്ട പ്രതിസന്ധികളിൽ പെട്ട് കഷ്ടപ്പെടാതിരിക്കുവാനും നാം കേട്ട അനുഗ്രഹിക്കപ്പെട്ട നന്മകളാൽ നിറയപ്പെടുവാനുമായി നമുക്ക് ദൈവത്തിൻ്റെ സാൻമാർഗിക നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം വായിക്കുകയും ഗ്രഹിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുവാൻ വേണ്ട ദൈവകൃപ അടിയനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കും നൽകി തന്ന് സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും തരണമേ. ദൈവിക വിഷയങ്ങളിൽ സമ്പന്നരായി തീരുവാൻ അടിയനെയും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.